എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 5 മിനിറ്റായി നമ്മുടെ ഈസ്റ്റ് എല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1.5 മണിക്കൂർ കഴിയുമ്പോൾ മാവെല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഇനി അതിന്ന് നമുക്ക് കുറച്ച് മാവെടുത്തിട്ട് പരത്തണം. അപ്പോൾ ഞാൻ ഇത് 3 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗമാണ് കേട്ടോ ഇപ്പോൾ പരത്തുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ പൂരിൻ്റെ എല്ലാം ആ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് അങ്ങ് നേരിയതായി പോകരുത്. ഇതുപോലെ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ മാവും പരത്തിയിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് എല്ലാ മാവും ഇതേപോലെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മാവെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ദോശക്കല്ലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു 10-15 സെക്കൻഡെല്ലാം മതി കേട്ടോ ഒരു സൈഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഇതേപോലെ ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളെല്ലാ മാവും റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ക്യാബേജ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാബേജ് ഇത് ചെറുതാണ് കേട്ടോ ഞാൻ എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ രണ്ടും നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും. ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വാടി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് ക്യാപ്സിക്കം, അതായത് ഒരെണ്ണം, ഒരു മീഡിയം സൈസിലുള്ള ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തക്കാളി കുരുവൊന്നുമില്ലാതെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ടാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഫോൺ ഇതിലേക്ക് വീണു. അതിൻ്റെ ക്യാമറ മൊത്തം അടിച്ചു പോയി ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ക്ലിയർ കുറവായിരിക്കും, ക്യാമറ മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ വേറെ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ക്ലിയർ കുറവായിരിക്കും, അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ ഇതിൽ മയോണൈസ് ഒഴിച്ചും പോയി. മയോണൈസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ വേറെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ അവസാനം നമ്മൾ എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ പോലെ കുക്കിംഗ് വീഡിയോസെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡ് നല്ലോണം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്രയല്ലേ ഉള്ളൂ. പിന്നെ നമുക്കിനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. മയോണൈസ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേറെ പണിയൊന്നുമില്ല. നമ്മൾ റെഡിയാക്കിയ ബ്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ട് മയോണൈസ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 സൈഡിലും മയോണൈസ് തന്നെയാണ് തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് മയോണൈസും ഒരു സൈഡ്
സോസും ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.